നമസ്കാരം. നവാഡയിലെ ആ ജയിലിൽ ഒരു ഗാർഡിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം 9 ജയിൽ ജീവനക്കാരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അവിടുന്ന് കടന്നുപോയ ആ ടീമിന് നേതൃത്വം കൊടുത്ത അശോക് മെഹ്തോ ശരിക്കും രസകരമായ ഒരു കഥാപാത്രമാണ്. അശോക് മെഹ്തോ മറ്റു കുട്ടികളെ പോലെ കുഞ്ഞുനാളിൽ ഒളിച്ചു കളിക്കുന്ന ആ പരുവത്തിൽ ആ ഒളിച്ചുകളിയിൽ സന്തോഷം കണ്ടെത്തിയ ആളല്ല. കുട്ടികളൊക്കെ ഒളിച്ചുകളിയും മറ്റു കളികളുമായി രസം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അശോക് മെഹ്തയുടെ രസം പല്ലികളെയും ചെറിയ ചെറിയ ജീവികളെയൊക്കെ തല്ലിക്കൊല്ലുന്നതാണ്. പല്ലിയും ഓന്തിനെയൊക്കെ തല്ലിക്കൊല്ലുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന ആ വേദന, അതാണ് അശോക് മെഹ്തയെ സന്തോഷിപ്പിച്ചെന്ന കാര്യം. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് കുഞ്ഞുനാൾ മുതലേ അശോകിന്റെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു കാര്യമാണ്. അശോകിന്റെ ബാല്യം ശരിക്കും പ്രശ്ന കലുഷിതമാണ്. സാധാരണ കുട്ടികളുടെ ബാല്യമൊന്നും ആയിരുന്നില്ല അശോക് മെഹ്തയുടെ ബാല്യം. അയാൾ ഏകദേശം ഒരു 12-13 വയസ്സായപ്പോഴേ അത്യാവശ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു. സ്കൂളിലായിരിക്കുന്ന സമയത്ത് സ്കൂളിനകത്തും പുറത്തും തല്ലുണ്ടാക്കാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മുന്നിൽ നിന്ന അശോകിനെ അവന്റെ അങ്കിൾ ഏകദേശം ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്ടർ ഡ്രൈവറുമായി കണക്ട് ചെയ്തു. ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ആ ശൈലിയിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് ആ അങ്കിൾ അശോക് മെഹ്തയെ അത്തരം ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നത്. ഈ ട്രാക്ടർ ഓടിക്കുന്ന പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അശോക് അവന്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഗ്യാങ്ങിന് നേതാവായിരുന്നു. പോക്കറ്റ് അടിയാണ് അവന്റെ പ്രധാന വിനോദം. ശരിക്കും തിരക്കുള്ള ബസ്സിലും തിരക്കുള്ള ടൗണിലും ഒക്കെ കയറുക, ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളത് അവരെ ഒരു സ്ഥിരം വിനോദമാണ്. ചെറിയ ചെറിയ ക്രൈമുകൾ അവൻ നടത്തുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രാക്ടർ ഓടിക്കുന്ന സമയത്ത് അശോകിനോട് സമീപത്തെ കൃഷിക്കാരൻ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അയാളുടെ കൃഷിസ്ഥലം കഴിഞ്ഞ് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കൃഷിസ്ഥലമുണ്ട്. ആ കൃഷിസ്ഥലത്തിന്റെ ഒരു നിശ്ചിത ഭാഗം പിടിച്ചെടുത്ത് കൊടുക്കണമെന്നാണ് ആ കർഷകൻ അശോകിനോട് ആവശ്യപ്പെട്ടത്. അയാളുടെ ആവശ്യം കേട്ടപ്പോ അശോക് അയാളോട് ചോദിച്ചു, അല്ല, ആ സ്ഥലം നിങ്ങളുടേതാണോ? ഏയ്, എന്റേതല്ല. എന്റേതാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ഞാൻ നിന്നോട് പറയൂ. അയാളുടെ ഉത്തരം കേട്ടപ്പോ അശോക് ഒന്ന് ചിരിച്ചു. മറ്റാരുടെയോ സ്ഥലമാണ്. ആ സ്ഥലം അശോക് പിടിച്ചെടുത്ത ആ കർഷകന് കൊടുത്താൽ അയാൾ അശോകിന് ആവശ്യമുള്ള തുക കൊടുക്കും. അശോക് മെഹ്തയോട് സംസാരിച്ച ആ കർഷകന്റെ സ്ഥലത്തിൽ ചേർന്നാണ് ആ കൃഷിഭൂമിയും ഉള്ളത്. ഒരു കണ്ണായ ഭൂമിയാണ്. പക്ഷേ ആ കൃഷിഭൂമിയുടെ ഉടമ ആ സ്ഥലത്തെ ഒരു പ്രമുഖ വ്യക്തിയാണ്. ആ കക്ഷി ആ സ്ഥലത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയാണ്. അയാൾക്ക് ഭൂമി മാത്രമല്ല സ്വന്തമായിട്ടുള്ളത്. ശരിക്കും കരുത്തരായ ഗുണ്ടകൾ അയാളുടെ കൂടെ ഇഷ്ടംപോലെ ഉണ്ട്. ആ ലാൻഡ് ലോഡിനെ എല്ലാവരും ലേശം ഭയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ആ ലാൻഡ് ലോഡിന്റെ സ്ഥലമാണ് പിടിച്ചെടുത്ത് കൊടുക്കാൻ ആ കർഷകൻ അശോക് മെഹ്തയോട് പറഞ്ഞത്. അശോക് മെഹ്ത അവന്റെ ആ ഗ്രൂപ്പുമായി ചേർന്ന് ഉടൻ തന്നെ ആ ആക്ഷനിലോട്ട് ഇറങ്ങി. പിറ്റേന്ന് നേരം വെളുക്കും മുമ്പ് ആ ഭൂ ഉടമയുടെ സ്ഥലത്തിന്റെ അതിര് മാറ്റപ്പെട്ടു. ഇപ്പൊ ആ സ്ഥലം കർഷകന്റെ സ്ഥലവുമായി മിക്സ്ഡ് ആയിരിക്കുകയാണ്. വിവരം ആ ഭൂ ഉടമ അറിഞ്ഞു. അയാൾ അതിശക്തനാണ്. അയാളുടെ കയ്യിൽ ഒരുപാട് ഗുണ്ടകളുണ്ട്. അയാളുടെ ആ ഗുണ്ടകളുടെ നേതാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാളെ അശോക് മെഹ്തയെ ഒരു പാഠം പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അയാളാണ് സർവേശ്വർ സിംഗ്. സർവേശ്വർ സിംഗ് കുറച്ച് ഗുണ്ടകളുമായിട്ട് അശോകിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അയാൾ ചെല്ലുമ്പോ അശോക് ഇല്ല. അശോകിനെ കാണിച്ചു കൊടുക്കാൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ടപ്പോ അവർ അശോക് അവിടെ ഇല്ലാന്ന് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ സർവേശ്വർ അശോകിന്റെ അച്ഛനെയും സഹോദരനെയും സഹോദരിയൊക്കെ വീട്ടിൽ നിന്ന് വലിച്ചു പുറത്തിറക്കി ക്രൂരമായി മർദ്ദിച്ചു. ഈ വിവരം അശോക് മെഹ്ത അറിയുന്നത് പിറ്റേന്ന് രാവിലെ അവൻ വീട്ടിലെത്തുമ്പോഴാണ്. അവൻ രാത്രി തങ്ങുന്നത് ഏതെങ്കിലും ചുടുകല്ലുകൾ വേവിക്കുന്ന ചൂളയുമായി ബന്ധപ്പെട്ട കളങ്ങളിലാണ്. വളരെ വിശാലമായ കളങ്ങളാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത്. അത്തരം ഒരു കളത്തിൽ ഉറങ്ങിയിരുന്ന അശോക് മെഹ്ത രാവിലെ വീട്ടിലെത്തുമ്പോഴാണ് കഥ അറിയുന്നത്. അശോകിന് ഒരു കാര്യം അറിയാം, സർവേശ്വർ സിംഗിനെ ഒറ്റയ്ക്ക് നേരിടാൻ അവനെ കൊണ്ട് പറ്റില്ല. സർവേശ്വർ സിംഗ് അവന്റെ വീട്ടിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് പകരം ചോദിക്കാന്നുള്ളത് അശോകിന്റെ ഒരു ടാർഗറ്റുമാണ്. അശോക് സർവേശ്വറിനോട് എതിർപ്പുള്ള മറ്റൊരാളെ കണ്ടുപിടിക്കുന്നത് ആ സമയത്താണ്. സർവേശ്വറിന്റെ കസിൻ പങ്കജാണ് ആ കക്ഷി. പങ്കജും സർവേശ്വറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന്റെ പേരിലാണ് അവര് 2 ഭാഗമായി മാറിയത്. സർവേശ്വറിന് ഒരു പണി കൊടുക്കണമെന്ന് പങ്കജും ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പങ്കജിന്റെ അടുത്ത് അശോക് മെഹ്ത ചെല്ലുന്നത്. അശോക് അവന്റെ മനസ്സിലുള്ള കാര്യം പങ്കജുമായി പങ്കുവച്ചു. പങ്കജ് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യവുമായിട്ടാണ് ഇതാ അശോക് മെഹ്ത എത്തിയിരിക്കുന്നത്. അശോകനോടായി പങ്കജ് ചോദിച്ചു, നിനക്ക് സർവേശ്വറിനെ നേരിടാൻ പറ്റുമോ? പങ്കജ് ഭായ്, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾ കൂടി എന്നോട് സഹകരിച്ചാൽ നമുക്ക് സർവേശ്വറിനെ ശരിയാക്കാം. അശോക്, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? പങ്കജ് ഭായ്, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി.
ഈ സാർവേശ്വർ പോകുന്ന സ്ഥലങ്ങളും സന്ദർശിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ എനിക്കൊന്ന് അറിയണം. സാർവേശ്വർ സിംഗിനെ പോലുള്ള ഗുണ്ടകൾ സാധാരണഗതിയിൽ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ കൃത്യമായി ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ പതിയിരുന്ന് മറ്റാളുകൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണ്ടകൾ ആ കാര്യം ഒഴിവാക്കാറുണ്ട്. ഒരു സ്ഥലത്തും സ്ഥിരമായി അവർ പോകാറേയില്ല. ഒരു സ്ഥലത്തും സ്ഥിരമായി പോകാറില്ല എന്ന സ്വഭാവം സാർവേശ്വറിനുണ്ടെങ്കിലും സാർവേശ്വർ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലം എന്നാൽ ഉണ്ട്. അത് ഒരു കാളി ക്ഷേത്രമാണ്. മൃഗങ്ങളെയും കോഴിയൊക്കെ ബലി കൊടുക്കുന്ന ഒരു കാളി ക്ഷേത്രം. ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ആ ക്ഷേത്രത്തിൽ വലിയ വിശ്വാസമാണ്. അതേ വിശ്വാസം സ്വാഭാവികമായും സർവേശ്വരനുമുണ്ട്. സർവേശ്വർ ആ ക്ഷേത്രത്തിൽ സ്ഥിരമായി എത്തുമെന്നുള്ള കാര്യം പങ്കജ് വഴി അശോക് അറിഞ്ഞു. ഇനി എന്നാണ് സാർവേശ്വർ അവിടെ എത്താൻ സാധ്യതയുള്ളെന്നുള്ള വിവരം പങ്കജ് വഴി അശോക് തിരക്കി അറിയുന്നതും അങ്ങനെയാണ്. അങ്ങനെ ആ ഡേറ്റ് എത്തി. ചാമുണ്ഡി കുന്ന് എന്നറിയപ്പെടുന്ന മലയുടെ മുകളിലാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് ഭക്തർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം സാർവേശ്വർ അവിടേക്ക് വന്നു. സാർവേശ്വർ ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എല്ലാ ഭക്തന്മാരും ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി. സാർവേശ്വർ പ്രാർത്ഥിച്ച് ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ആ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് ചുറ്റുമായി സാർവേശ്വറിന്റെ ഗ്യാങ്ങുകൾ കാവൽ നിൽക്കുകയാണ്. സാർവേശ്വർ ക്ഷേത്രത്തിനകത്താണ്. അവൻ കണ്ണുകൾ പൂട്ടി കൈകൂപ്പി ശിവനെ പ്രാർത്ഥിക്കുകയാണ്. ശിവനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുന്ന സർവേശ്വരന് പെട്ടെന്ന് തന്റെ സമീപത്ത് ആരോ ഉണ്ടെന്നൊരു തോന്നലുണ്ടായി. സർവേശ്വർ കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്റെ നേരെ തോക്ക് ചൂണ്ടിപ്പിടിച്ചിരിക്കുന്ന പങ്കജിനെയാണ്. ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സർവേശ്വർ അയാളുടെ ബോഡി ഗാർഡുകളെ ആ ശ്രീകോവിൽ ഇരിക്കുന്ന ഭാഗത്തിന്റെ പുറത്താക്കുന്ന പതിവുണ്ട്. ഒറ്റയ്ക്ക് ദേവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അയാളുടെ ഒരു ശീലമാണ്. ബോഡി ഗാർഡുകൾ ആ ശ്രീകോവിൽ ഇരിക്കുന്ന ആ നാലുകെട്ടിന് പുറത്ത് നിൽക്കുന്ന ആ സമയത്താണ് സർവേശ്വർ ആ കാഴ്ച കണ്ടത്. തന്റെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന പങ്കജ് എന്ന തന്റെ കസിനെ. തോക്കു ചൂണ്ടിരിക്കുന്ന പങ്കജിന് നേരെ സർവേശ്വർ നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച കൂടി അയാൾ കണ്ടു. ആ ശ്രീകോവിലിന്റെ ഉള്ളിലേക്കുള്ള വാതിൽ അടയ്ക്കുന്ന ഒരു കക്ഷിയെ. താൻ പെട്ടുവെന്ന് സർവേശ്വറിന് മനസ്സിലായ ആ നിമിഷത്തിൽ സർവേശ്വർ പങ്കജിനെ ഒന്ന് തള്ളിയിട്ട് മുന്നോട്ട് ഓടിയ ആ നിമിഷത്തിൽ ശ്രീകോവിലിന്റെ ഭാഗത്തേക്കുള്ള വാതിലടച്ച് അകത്തേക്ക് വന്ന അശോക് മെഹ്ത്ത ഒരു വലിയ ഉരുളൻ കല്ല് ആ വാതിലിന് സമീപത്തുള്ള തിട്ടയുടെ പുറത്തു നിന്ന് സാർവേശ്വരന്റെ തലയിലേക്ക് ആഞ്ഞിടിക്കുന്നതും ആ നിമിഷത്തിലാണ്. ശരിക്കും അശോകന്റെ കയ്യിൽ ആ ഉരുളൻ കല്ല് ഉള്ള കാര്യം യഥാർത്ഥത്തിൽ സാർവേശ്വർ ശ്രദ്ധിച്ചിരുന്നില്ല. അശോക് അടച്ച വാതിൽ തള്ളി തുറക്കാൻ വേണ്ടിയാണ് അയാളെ ചെറിയ വഴിയിലൂടെ ആ വാതിൽ നേരെ ഓടിയത്. ആ വാതിൽ നേരെ സർവേശ്വർ ഓടുമ്പോൾ ആ ചെറിയ വഴിയുടെ ഇരുപുറത്തും തിട്ട കെട്ടിയിട്ടുണ്ട്. ആ തിട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്ന അശോക് ആ ഉരുളൻ കല്ലുകൊണ്ട് സർവേശ്വരന്റെ തലയിലേക്ക് ആഞ്ഞൊരൊറ്റ ഇടിയിടിക്കുകയായിരുന്നു. ശരിക്കും ആ രംഗം പങ്കജിന്റെ ശ്വാസം നിലപ്പിക്കുന്ന രംഗമാണ്. അയാളുടെ കസിനെയാണ് അശോക് ആ ഉരുളൻ കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊല്ലുന്നത്. ആ കല്ലുകൊണ്ടുള്ള ശക്തമായ ഇടിയിൽ തറയിൽ വീണ സർവേശ്വർ ആ നിമിഷം കൊല്ലപ്പെട്ടു. അയാളുടെ തല പൊട്ടി ഒലിച്ചിറങ്ങുന്ന ചോരയും ശിവലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളവും കൂടിക്കലരുന്ന ആ നിമിഷത്തിലാണ് അവർ രണ്ടുപേരും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിസ്റ്റളുമായി പങ്കജും തൊട്ടുപുറകിൽ അശോകും പുറത്തേക്ക് വരുമ്പോൾ ആ ശ്രീകോവിലിന് കാവൽ നിൽക്കുകയായിരുന്ന സാർവേശ്വരന്റെ ഗുണ്ടകൾ അകത്തേക്ക് ഓടിക്കേറി. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊരു പിടിയില്ല. ഓടി അകത്തേക്ക് കയറുമ്പോൾ അവർ ആ കാഴ്ച കണ്ടു. തല തകർന്നു കിടക്കുന്ന സർവേശ്വരനെ. അശോക് മഹത്തോ ആ പേര് ആ ഗ്രാമത്തിൽ സകലരും അറിഞ്ഞു തുടങ്ങിയാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഗ്യാങ് ലീഡേഴ്സിന്റെയും ഗ്യാങ് മെമ്പേഴ്സിന്റെയും കയ്യിൽ ഉണ്ടാകുക നാടൻ തോക്കുകളാണ്. ഒരു ദിവസം അശോക് മെഹ്ത്ത പങ്കജിനോട് പറഞ്ഞു, പങ്കജ് ഭായ്, നമ്മള് ഈ നാടൻ തോക്ക് മാത്രം ഉപയോഗിച്ചാൽ മറ്റ് ഗ്യാങ്ങുകളെ അപേക്ഷിച്ച് നമുക്കൊരു മേൽക്കോയ്മ ഉണ്ടാവില്ല. അശോക്, നിങ്ങൾ എന്തായി പറയുന്നത്? നാടൻ തോക്ക് അല്ലാത്ത തോക്കുകൾ നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിച്ചാൽ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. വിലയൊന്നും കൊടുക്കാതെ ആ തോക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. അശോക്, നീ എന്താ പറഞ്ഞേ? അതെ പങ്കജ് ഭായ്, തോക്ക് ഇവിടെ അടുത്തുണ്ട്, ഒരു പൈസയും കൊടുക്കണ്ട. അശോക് പറഞ്ഞതിന്റെ അർത്ഥം ആ രാത്രിയിൽ പങ്കജിന് മനസ്സിലായി. അശോക് പങ്കജിനെയും അയാളുടെ കൂട്ടാളികളെയും കൂട്ടി തൊട്ട് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അന്ന് രാത്രിയാണ്. ആ പോലീസ് സ്റ്റേഷന് കാവലായിട്ട് 2 ഗാർഡുകളുണ്ട്. അവരുടെ ഷോൾഡറിൽ ഗണ്ണുകളുണ്ട്. രാത്രി ആ ഇരുട്ടത്ത് പോലീസ് സ്റ്റേഷന്റെ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന അശോക് മഹ്ത്തയും സംഘവും പങ്കജിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ 2 ഗാർഡുകളെയും കീഴടക്കി. ആ 2 ഗാർഡുകളുടെയും തോക്ക് പിടിച്ചെടുത്ത അശോക് മെഹ്ത്തോ പങ്കജിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ ആ ഗണ്ണുകളിൽ നിന്ന് ആ ഗാർഡുകൾക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെയുള്ള 2 ഗാർഡുകളെ കീഴടക്കി
അവരുടെ ഗണ്ണ് പിടിച്ചെടുത്ത് ആ ഗണ്ണുകൾ കൊണ്ട് തന്നെ ആ പോലീസുകാരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. അശോക് മഹത്തോ അതും ചെയ്തോടുകൂടി അശോക് മെഹ്തയുടെ ആ കുപ്രസിദ്ധി സകല സ്ഥലത്തും അങ്ങ് പരക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊന്ന് തോക്കുകൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര സംഭവമല്ല. അതാണ് ഇവിടെ അശോക് മെഹ്ത ചെയ്തിരിക്കുന്നത്. അശോക് മെഹ്തയെ കുറിച്ചുള്ള കഥകൾ ഗ്രാമത്തിൽ അങ്ങനെ പടർന്നു വരുമ്പോൾ അശോക് ആ ഗ്രാമത്തിലെ വലിയൊരു മിൽ ഓണറുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. 5 ലക്ഷം രൂപ കൊടുത്താൽ കുട്ടിയെ വിട്ടുകൊടുക്കാമെന്ന് അശോക് മെഹ്ത ആ മിൽ ഓണറെ അറിയിച്ചപ്പോൾ അയാൾ ഉടൻ തന്നെ ആ 5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് അശോക് മെഹ്തയ്ക്ക് കൊടുക്കുകയും അശോക് മെഹ്ത ആ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. അശോക് മെഹ്ത കുട്ടിയെ ഉപദ്രവിച്ചതേ ഇല്ല. സാധാരണഗതിയിൽ അശോക് മെഹ്തയുടെ ശൈലി അങ്ങനെ അല്ല. ആ രാത്രിയിൽ അശോക് മെഹ്ത ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ആരെയും ഉപദ്രവിച്ചില്ലെങ്കിലും പിറ്റേന്ന് രാവിലെ ആളുകൾ മറ്റൊരു വാർത്ത അറിഞ്ഞു. ആ കുട്ടിയുടെ അങ്കിളിനെ അശോക് മെഹ്ത വെടിവെച്ച് കൊന്നു എന്നുള്ള കാര്യം. ഒരു അടയാളം ഇട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അശോക് മെഹ്തയുടെ ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറാൻ അശോക് മെഹ്ത തയ്യാറാകത്തില്ല. അതുകൊണ്ട് തന്നെ അശോക് മെഹ്തയെ കുറിച്ചുള്ള കഥകൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പടരുകയാണ്. അശോക് മെഹ്തയുടെ ആ കുപ്രസിദ്ധി ഇങ്ങനെ വളർന്നനുസരിച്ച് അയാളെ കൊണ്ട് ആവശ്യമുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു തുടങ്ങി. നവാഡ ആ കാലഘട്ടത്തിൽ അത്ര വളർച്ച പ്രാപിക്കാത്ത ഒരു ചെറിയ ജില്ലയാണ്. ആ ജില്ലയിൽ പക്ഷേ ഒരു സംഭവമുണ്ട്. മണൽ കടത്തുന്ന ഒരു അധോലോക ബിസിനസ്സിലേക്ക് അശോക് മെഹ്തയുടെ ശ്രദ്ധ തിരിയുന്നത് ആ സമയത്താണ്. ശരിക്കും മണൽ കടത്ത് ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയ അശോക് മെഹ്ത ആ ബിസിനസ്സിലേക്ക് സജീവമായി രംഗത്തിറങ്ങിയോടുകൂടി പണം അയാളുടെ അടുത്തേക്ക് പമ്പ് ചെയ്ത് വന്നു തുടങ്ങി. അശോക് മെഹ്തയുടെ കയ്യിലേക്ക് പണം വരുന്നത് പല വഴികളിലൂടെയാണ്. മണൽ മാഫിയ ഒരു ഐറ്റം. ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടുകളിൽ നിന്ന് പണം ഈടാക്കുന്നത് മറ്റൊരു വഴി. മൂന്നാമത്തെ വഴി ഒരു തട്ടിക്കൊണ്ടുപോലും ഇല്ലാതെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കലാണ്. സ്ഥാപനങ്ങളെയാണ് ആ ശൈലിയിൽ അശോക് മെഹ്ത ഭീഷണിപ്പെടുത്തുക. അശോക് മെഹ്തയ്ക്ക് കപ്പം കൊടുത്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായും അറിയാവുന്ന ആളുകൾ അശോക് മെഹ്തയ്ക്ക് ഒരു മാസപ്പടി കൊടുത്തു തുടങ്ങുന്നതും അങ്ങനെയാണ്. പല മേഖലയിൽ നിന്നായി അശോക് മെഹ്തയുടെ കയ്യിലേക്ക് പണം വന്നു തുടങ്ങുമ്പോൾ നിയമസഭാ ഇലക്ഷന്റെ സമയമായി. അശോക് മെഹ്തയുടെ ആ കുപ്രസിദ്ധി നിറഞ്ഞു നിൽക്കുന്ന ആ മേഖലയിൽ ഒരു കക്ഷി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അയാൾ അശോക് മെഹ്തയുമായി ടൈപ്പായി. അശോക് മെഹ്ത അയാളെ ജയിപ്പിക്കാൻ സഹായിച്ചാൽ അശോകിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അയാളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് അയാൾ അശോക് മെഹ്തയ്ക്ക് കൊടുത്ത വാക്ക്. അശോക് മെഹ്തയും അയാളും കുർമി വംശജരാണ്. അശോക് മെഹ്തയ്ക്കൊപ്പം അയാളുടെ വലങ്കയായി നിൽക്കുന്ന പങ്കജ് സിംഗ് ഭൂമിഹാർ എന്ന് പറയുന്ന ഒരു സമുദായത്തിലെ അംഗമാണ്. ഈ ഭൂമിഹാറും കുർമികളും പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം എതിരിടുന്ന രണ്ട് സമുദായങ്ങളാണ്. കുർമികളുടെ ആളുകൾ ഒരു വശത്ത്, ഭൂമിഹാറിന്റെ ആളുകൾ മറുവശത്ത്. ഈ രണ്ട് വിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ചാണ് രാഷ്ട്രീയ നേതൃത്വം സാധാരണഗതിയിൽ അവിടെ പിടിച്ചു നിൽക്കുക. അശോക് മെഹ്തയുമായി ടൈപ്പുള്ള രാഷ്ട്രീയ നേതാവ് അശോക് മെഹ്തയെ ഒരു ദിവസം രാവിലെ അയാളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അശോക് മെഹ്ത അയാളുടെ വീട്ടിലെത്തിയതും ആ നേതാവ് അശോക് മെഹ്തയോട് പറഞ്ഞു, അശോക്, ഈ ഇലക്ഷൻ ഞാൻ ജയിക്കണമെങ്കിൽ ആ കേശവ് സിംഗും മരിക്കണം. കേശവ് സിംഗ് അവിടത്തെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. അയാൾ ഒരു ഭൂ ഉടമ ആണെന്ന് മാത്രവുമല്ല, ഒരുപാട് ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന ആള് കൂടിയാണ്. അതിശക്തനാണ്, പ്രബലനാണ്. അയാൾക്ക് ആളുകളുടെ മുകളിൽ വൻ സ്വാധീനമുണ്ട്. അയാൾ കൊല്ലപ്പെടേണ്ടത് ഇപ്പോ ആ രാഷ്ട്രീയ നേതാവിന് ആവശ്യമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാവ് ആ ആവശ്യം അശോക് മെഹ്തയോട് പറഞ്ഞപ്പോ അശോക് മെഹ്ത ഒരു ഡിമാൻഡ് വെച്ചു. സാബ്, ഞാൻ കേശവ് സിംഗിനെ കൊല്ലാം, പക്ഷേ അടുത്ത ഇലക്ഷനിൽ സാബ് എന്റെ സഹോദരിക്ക് ഇവിടെ മത്സരിക്കാൻ സീറ്റ് കൊടുക്കണം. അശോക്, അതൊരു വിഷയമാണോ? ഉറപ്പായും സീറ്റ് കൊടുക്കാം. അശോക് മെഹ്തയ്ക്ക് ആ വാക്ക് കൊടുത്ത രാഷ്ട്രീയ നേതാവ് ശരിക്കും ശക്തനായ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അയാളുടെ വാക്ക് വിശ്വസിച്ച അശോക് മെഹ്ത കേശവ് സിംഗിനെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേശവ് സിംഗിന് ഒരു ചെറുമകൻ പിറക്കുന്നത്. കേശവ് സിംഗ് അയാളുടെ മകൻ അഖിലേഷ് സിംഗിനെ അത്ര സീരിയസ് ആയി കണ്ടിട്ടേയില്ല. ചെറുമകനെ കിട്ടിയപ്പോ കേശവ് സിംഗ് ആ ചെറുമകനെ നോക്കി ഉറക്കെ പറഞ്ഞു പോവുകയാണ്, ഇവനെ ഞാൻ വളർത്തി വലുതാക്കും, ഇവനാകും എന്റെ സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുക. അഖിലേഷ് സിംഗ് എന്ന മകനോട് അധികം താല്പര്യമില്ലാതിരുന്ന കേശവ് സിംഗ് എന്ന ചെറുമകനോട് വല്ലാത്തൊരു വാത്സല്യം കാണിക്കുകയാണ്. ചെറുമകൻ ജനിച്ചതിൽ കേശവ് സിംഗ് ശരിക്കും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ കേശവ് സിംഗ് അയാളുടെ കുടുംബ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു ടാറ്റ സഫാരിയിലാണ് യാത്ര. ചെറുമകൻ വളർന്നു വരുന്നതിനെ കുറിച്ചും ആ ചെറുമകൻ തന്റെ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന കേശവ് സിംഗ് പെട്ടെന്ന് ഞെട്ടുന്നത്. അതിന് കാരണം ആ ടാറ്റ സഫാരി ഡ്രൈവർ ചവിട്ടി നിർത്തിയതാണ്. കേശവ് സിംഗിന്റെ തല മുന്നിൽ വന്നിടിച്ചു. എവിടെ നോക്കിയാണ് നീ വണ്ടി ഓടിക്കുന്നത്?
ദേഷ്യപ്പെട്ട് കേശു സിംഗ് ഡ്രൈവറോട് അങ്ങനെ ചോദിച്ചതും ഡ്രൈവർ മുന്നിലേക്ക് നോക്കി കേശു സിംഗിനോട് പറഞ്ഞു, സാബ് അവിടെ ഒരു മരം വീണ് കിടക്കുന്നു. അവർ ഒരു പാലത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാലം കടക്കാറായപ്പോഴാണ് പാലത്തിൽ നിന്ന് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു കൂറ്റൻ മരം വീണ് കിടക്കുന്നത് ഡ്രൈവർ കണ്ടത്. അതുകൊണ്ടാണ് അയാൾ വാഹനം ചവിട്ടി നിർത്തിയത്. റോഡിന് കുറുകെ കിടക്കുന്ന ആ മരത്തെ കണ്ടതും കേശു സിംഗ് അയാളുടെ വണ്ടിയിലുള്ള ആളുകളോട് പറഞ്ഞു, ഡാ പോയ മരം എടുത്ത് മാറ്റി. കേൾക്കേണ്ട താമസം രണ്ടാളുകൾ ആ ടാറ്റ സഫാരിയിൽ നിന്ന് പുറത്തിറങ്ങി ആ മരം കിടക്കുന്ന ഭാഗത്ത് നിന്ന്. അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചിട്ട് മരം പൊങ്ങുന്നില്ല. സാബ് ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഈ മരം പൊക്കാൻ പറ്റില്ല. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞതും ടാറ്റ സഫാരിയുടെ തൊട്ടു പുറകിലുള്ള വാഹനത്തിൽ കേശു സിംഗിന് സപ്പോർട്ടുമായി വന്ന അയാളുടെ ബോഡി ഗാർഡുകൾ രണ്ടുപേർ പുറത്തിറങ്ങി. അവരും കൂടി ആ മരം കിടക്കുന്ന ഭാഗത്ത് വന്നു. റോഡിന് കുറുകെ കിടക്കുന്ന മരം 4 പേരും കൂടി ചേർന്ന് പൊക്കിയെടുത്ത് റോഡിന്റെ വശത്തേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ 4 പേരും കൂടി ബലം കൊടുത്ത് ആ മരം ഒന്ന് പൊക്കി. ആ മരം തറയുന്ന പൊങ്ങിയ ആ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഉഗ്രൻ സ്ഫോടനമാണ്. ശരിക്കും ഒരു മൈൻ ആ മരത്തിന്റെ അടിയിലുണ്ടായിരുന്നു. ആ മരം പൊക്കിയതും ആ ബോംബ് പൊട്ടുകയായിരുന്നു. ശരിക്കും കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയും പ്രകാശത്തോടെയും ആ മരം ചെന്നി ചിതറുമ്പോ കൂടെ ആ 4 ആളുകളും ചെന്നി ചിതറി. ആ 4 പേരുടെയും ശരീരഭാഗങ്ങൾ കഷ്ണം കഷ്ണമായി ചിതറി ഒത്തിരി ദൂരേക്കാണ് വീണത്. ടാറ്റ സഫാരിയിൽ ഇരിക്കുന്ന കേശു സിംഗ് ശരിക്കും വിറച്ചുപോയ നിമിഷം. വിറച്ചുപോയ കേശു സിംഗ് ഡ്രൈവറോട് പറഞ്ഞു, ഇടാ റിവേഴ്സ് എടുക്ക്. കേശു സിംഗ് പറഞ്ഞ അനുസരിച്ച് അയാൾ വാഹനം റിവേഴ്സ് എടുത്തതും തൊട്ടു പുറകിലുള്ള ആ ബോഡി ഗാർഡുകൾ ഉണ്ടായിരുന്ന ജിപ്സിയിൽ കയറി ഇടിച്ചു. ആ ജിപ്സിക്ക് വാഹനം പുറകോട്ടെടുക്കാൻ പറ്റുന്നില്ല. ആ ജിപ്സിയുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് പാലത്തിന്റെ മറ്റേ എൻഡിൽ ഒരു ടാറ്റ 407 ആരോ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. കേശു സിംഗിന്റെ ടാറ്റ സഫാരിയുടെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ആ ജിപ്സിയിൽ 2 ബോഡി ഗാർഡുകൾ കൂടി ഉണ്ടായിരുന്നു. ആ ബോഡി ഗാർഡുകൾക്ക് അവിടെ തോക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതിന് മുമ്പ് അവിടെ തലയിലൂടെ വെടിയുണ്ടകൾ പാഞ്ഞു. ശബ്ദം കേശു സിംഗും കേട്ടു. കേശു സിംഗിന് കഥ മനസ്സിലായി. തന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ്. ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വന്നപ്പോ അയാൾ വിയർത്തു കുളിച്ചു തുടങ്ങി. ആ നിമിഷത്തിലാണ് അയാളുടെ ടാറ്റ സഫാരിയുടെ ഗ്ലാസ്സിൽ ഒരാൾ വന്ന് മുട്ടുന്നത്. ആ ഗ്ലാസ്സിലൂടെ ടാറ്റ സഫാരിക്ക് അകത്തിരിക്കുന്ന കേശു സിംഗിനെ ഗ്ലാസ്സിൽ മുട്ടുന്ന ആളെ കാണാം. അയാൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. കേശുഭായി, നിങ്ങളുടെ അന്ത്യം അടുത്തു. അങ്ങനെ ആ പുറത്തു നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞതും കേശു സിംഗ് ഒരു പിസ്റ്റൾ വലിച്ചെടുത്തതും ഒരേ നിമിഷത്തിലാണ്. പിസ്റ്റൾ വലിച്ചെടുത്ത കേശു സിംഗ് ഗ്ലാസ്സിൽ മുഖം ചേർത്ത് കേശു സിംഗിനോട് സംസാരിച്ച അശോക് മെഹ്തയുടെ നെറ്റിക്ക് നേരെ നിറയൊഴിച്ചു. പെട്ടെന്ന് കേശു സിംഗ് ആ പിസ്റ്റൾ ഗ്ലാസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അശോകിന് നേരെ നിറയൊഴിച്ചതും അശോക് ഞെട്ടിപ്പോവുകയാണ്. കേശു സിംഗിന്റെ കയ്യിൽ അങ്ങനെ ഒരു പിസ്റ്റൾ ഉണ്ടാകുമെന്ന് അശോക് തീരെ കരുതിയിരുന്നില്ല. പക്ഷെ ഭാഗ്യം അശോക് മെഹ്തയ്ക്കൊപ്പമായിരുന്നു. ആ പിസ്റ്റളിന്റെ ട്രിഗറിൽ കേശു സിംഗ് വിരലമർത്തിയപ്പോ ആ ട്രിഗർ വർക്കായില്ല. പിസ്റ്റളുകൾ യഥാസമയം സർവീസ് ചെയ്യുക എന്നൊരു ജോലിയുണ്ട്. അത് ചെയ്യാൻ വിട്ടുപോയ കേശു സിംഗ് അമ്പരപ്പോടെ അയാൾ പിസ്റ്റളിലേക്ക് നോക്കുമ്പോൾ അശോക് പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട്. സാബ്, നിങ്ങളുടേത് ലൈസൻസ്ഡ് തോക്കില്ലേ, അതാ കുഴപ്പം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അശോക് മെഹ്തോ ആ ഗ്ലാസ്സിലൂടെ തന്നെ കേശു സിംഗിന്റെ നേരെ നിറയൊഴിക്കുകയാണ്. പോയിന്റ് ബ്ലാങ്കിൽ ആ വെടിയുണ്ടകൾ കേശു സിംഗിന്റെ തലയിലൂടെ തുളച്ചു കയറി. വെടിയേറ്റ് കേശു സിംഗ് വീണതും ഡോർ വലിച്ചു തുറന്ന അശോക് ഗണ്ണ് ഡ്രൈവറുടെ തലയ്ക്ക് നേരെ ചൂണ്ടി. സാർ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേശുഭായിയുടെ എല്ലാ നീക്കങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിന് ഞാൻ വാഹനം നിർത്തിയതാണ്. അതെ, അത് നന്നായി. അതുകൊണ്ടാ നിനക്ക് എന്റെ കൈകൊണ്ട് മരിക്കാൻ യോഗമുണ്ടായത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അശോക് മെഹ്ത ആ ഡ്രൈവറുടെ തലയിലേക്ക് നിറയൊഴിച്ചത്. ആ നിമിഷം മുതൽ നവാഡയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി അശോക് മെഹ്ത മാറുകയാണ്. ശരിക്കും അശോക് മെഹ്തയെ കുറിച്ചുള്ള കഥകൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അശോക് മെഹ്തയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ആളുകൾ അയാളെ ഭയപ്പെടണം. അതിനുവേണ്ടി അയാൾ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാഴ്ച ആളുകളൊക്കെ കാണണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. നവാഡ ടൗണിൽ ഒരു പണക്കാരൻ അയാൾ പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോ അശോക് മെഹ്ത ടീമും ആ പണക്കാരന്റെ വീട്ടിലെത്തി. അയാളെ ആ വീട്ടിൽ നിന്ന് വലിച്ചു പുറത്തിറക്കുമ്പോൾ ജനമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയെ അശോക് ആ പണക്കാരന്റെ ചെവിയാണ് ആദ്യം അരിഞ്ഞത്. അതിനുശേഷം മൂക്കരിഞ്ഞു. പിന്നീട് കൈകളും കാലുകളും, അവസാനം കഴുത്തും. ക്രൂരതയുടെ അവസാന പര്യായമാണ് താനെന്ന് ആളുകൾ ധരിക്കണമെന്ന് അശോക് മെഹ്തയ്ക്ക് നിർബന്ധമുണ്ടെന്ന് അർത്ഥം. സ്വാഭാവികമായിട്ടും അശോക് മെഹ്ത ആരോടെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ അവർ പണം കൊടുക്കും. ആ ശൈലിയിലൊരു ഭീതിയാണ് അശോക് മെഹ്ത ആളുകളുടെ മനസ്സിലുണ്ടാക്കിയത്. അശോക് മെഹ്ത കത്തി ഉപയോഗിച്ചും നാടൻ തോക്ക് ഉപയോഗിച്ചാണ് ആളുകളെ കൊല്ലുന്നതെങ്കിലും അശോക് മെഹ്തയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആളുകളുടെ കയ്യിലൊക്കെ
ഇപ്പോ AK-47 ഉള്ളത്. AK-47 ഒക്കെ ഇഷ്ടം പോലെ ആ ഗ്യാങ്ങിന്റെ ഭാഗമാവുകയാണ്. അശോക് മെഹ്ത ഒരു ക്രിമിനലാണ്, ഗുണ്ടയാണ്. ആ ഗുണ്ടയ്ക്ക് ബീഹാറിലെ ആ നവാഡ മേഖലയിൽ വല്ലാത്തൊരു ഹീറോ ഇമേജാണ്. ബീഹാറിന്റെ മനഃശാസ്ത്രം അതാണ്. ഒന്നുകിൽ നായകൻ അല്ലെങ്കിൽ വില്ലൻ, രണ്ടുപേരും ടോപ്പ് ആയിരിക്കണം. അവർ നായകനെയും വില്ലനെയും ഒരുപോലെ സ്നേഹിക്കും, ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്യും. ഒരു IPS ഓഫീസർ സകല വില്ലന്മാരെയും വെടിവെച്ചിട്ട് മുന്നിൽ കയറി വന്നാൽ അയാളാവും ധീരൻ. അതേ IPS ഓഫീസറെ ഒരു വില്ലൻ വെടിവെച്ചിട്ടാൽ അയാളായിരിക്കും ധീരൻ. രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു കൾച്ചറാണ് ബീഹാറിൻ്റെത്. ആ കൾച്ചർ സ്വാഭാവികമായിട്ടും അശോക് മെഹ്തയെ വല്ലാത്ത ഒരു ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. അശോക് മെഹ്ത ഈ നവാഡ മേഖലയിലെ ആ കിരീടം വയ്ക്കാത്ത രാജാവായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ സമയത്താണ് നക്സൽ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന രഞ്ജൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ നവാഡ മേഖലയിലെ ഷേഖ്പുര സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ചാർജ് എടുക്കുന്നത്. ജാർഖണ്ഡിലെ നക്സലുകളുമായി നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു രഞ്ജന്റെ ജോലി. ആ ഏറ്റുമുട്ടലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രഞ്ജൻ ഷേഖ്പൂരിലേക്ക് സ്ഥലമാറ്റം വാങ്ങുന്നത്. 2000 നവംബർ വരെ ബീഹാറിന്റെ ഭാഗമായിരുന്നു ജാർഖണ്ഡ്. ജാർഖണ്ഡ് പുതിയ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ട് അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ജീവനക്കാർക്ക് ബീഹാറിലേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് രഞ്ജൻ ബീഹാർ കേഡറിലേക്ക് മാറിയത്. രഞ്ജൻ ഷേഖ്പുരയിൽ ചാർജ് എടുത്തു. രഞ്ജൻ ഷേഖ്പുരയിൽ ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം ഒരു ആള് രഞ്ജനെ കാണാൻ വന്നു. സാബ്, അശോക് ഭായി അങ്ങക്ക് ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. സാബ്, അങ്ങ് വീട്ടിൽ വരുന്ന പത്രത്തിനും വീട്ടിൽ മാസത്തോറും വാങ്ങുന്ന സാധനങ്ങൾക്കും ഇനി 1 രൂപയും മുടക്കണ്ട, അതൊക്കെ അശോക് ഭായി കൊടുത്തോളൂ. അശോക് മെഹ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലെ സ്റ്റേഷനുകളിൽ ഏത് പോലീസ് ഓഫീസർ ചാർജ് എടുത്താലും ആ പോലീസ് ഓഫീസറുടെ എല്ലാ ചെലവും വഹിക്കുന്നത് അശോക് മെഹ്തയാണ്. ഷേഖ്പുരയിൽ നേരത്തെ ഇരുന്ന ആ SHO ചാർജ് അശോക് മെഹ്തയാണ് വഹിച്ചിരുന്നത്. അയാൾക്ക് പകരം പുതിയ SHO വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അശോക് മെഹ്ത ദൂതൻ വഴി ആ കാര്യം അറിയിച്ചതാണ്. പക്ഷേ രഞ്ജൻ ആ ദൂതനോട് പറഞ്ഞു, ഏയ് എനിക്കതൊന്നും വേണ്ട, പത്രത്തിന് മാസം 250 രൂപയുടെ ചെലവല്ലേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തോളാം. പിന്നെ എന്നെ വീട്ടു ചെലവ് അത് ഞാൻ തന്നെ വഹിക്കുന്നതാണ് എനിക്കിഷ്ടം. സാബ്, അങ്ങ് അശോക് മെഹ്തയെ ചെറുതായി കാണരുത്. ഞാൻ ചെറുതായിട്ടോ വലുതായിട്ടോ ഒന്നും കാണുന്നില്ല. എനിക്ക് മറ്റൊരാളുടെ ചെലവിൽ ജീവിക്കാൻ തീരെ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. രഞ്ജൻ അങ്ങനെ തീർത്തു പറഞ്ഞപ്പോ ആ ദൂതൻ ഒന്ന് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. നക്സലുകളുമായി ഏറ്റുമുട്ടി നല്ല തഴക്കവും പഴക്കമുള്ള വ്യക്തിയാണ് സബ് ഇൻസ്പെക്ടർ രഞ്ജൻ. അദ്ദേഹത്തിന് അശോക് മെഹ്ത ഒരു വിഷയമായി തോന്നിയതേയില്ല. പക്ഷെ അശോക് മെഹ്തയുടെ ടീമിനെ നേരിടണമെങ്കിൽ അയാൾക്ക് സപ്പോർട്ട് വേണം, പോലീസുകാരുടെ സപ്പോർട്ട് വേണം. പക്ഷേ ആ സ്റ്റേഷനിൽ കഷ്ടകാലത്തിന് രഞ്ജനെ കൂടാതെ 4 പോലീസുകാരേ ഉള്ളൂ. 2000-2005 കാലഘട്ടത്തിൽ ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ പോലീസിന്റെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. 2006 അധികാരത്തിലേറിയ നിതീഷ് കുമാർ ഈ പ്രശ്നം പരിഹരിച്ചത് ഒരു സിമ്പിൾ മെക്കാനിസം വഴിയാണ്. പട്ടാളത്തിൽ നിന്നും അതുപോലെ മറ്റ് സേനാ വിഭാഗങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്ത ആളുകളെ താൽക്കാലിക ജീവനക്കാരായി റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി വെച്ചത് നിതീഷ് കുമാറാണ്. PSC വഴി ആവശ്യത്തിന് പോലീസുകാർ നിയമിതരാകുന്നതുവരെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് പ്രത്യേക പെർമിഷൻ കൊടുക്കുകയായിരുന്നു. ശരിക്കും വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു അത്. അതിന്റെ ഫലമായിട്ട് പല സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ജീവനക്കാരെ ആയി എന്ന് പറയാം. അശോക് മെഹ്തയെ കൊടുക്കണമെന്ന് രഞ്ജൻ ആഗ്രഹിച്ചു തുടങ്ങിയ സമയത്താണ് രഞ്ജനെ കാണാനായി 2 ആളുകൾ എത്തിയത് രാജു എന്നും കൃഷ്ണ എന്നും പേരുള്ള 2 ആളുകളാണ്. അവർ നേരത്തെ ഈ അശോക് മെഹ്തയുമായി ടൈപ്പ് ഉണ്ടായിരുന്നവരാണ്. അശോക് മെഹ്തയുടെ ഗ്യാങ്ങുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരുമാണ്. പക്ഷെ ഇപ്പോ അവർ അശോക് മെഹ്തയുമായി പിണങ്ങിയിരിക്കുകയാണ്. അവർ പിണങ്ങാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. തൊട്ടു മുമ്പിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ അശോക് മെഹ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലയിൽ രാജുവിനും കൃഷ്ണയ്ക്കും താല്പര്യമുള്ള ഒരാൾ മത്സരിക്കാനുണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്ന് അശോക് മെഹ്ത സമ്മതിക്കുകയും അതിന്റെ തുക പറഞ്ഞു ഉറപ്പിക്കുകയും ചെയ്തതാണ്. അശോക് മെഹ്തയ്ക്ക് കൊടുക്കാനുള്ള തുകയെല്ലാം പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷമാണ് ആ കക്ഷിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് തന്നെ. അയാൾ ഇലക്ഷൻ പര്യടനം തുടങ്ങിയപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി കൂടുതൽ തുകയ്ക്ക് അശോക് മെഹ്തയുമായി കരാർ വയ്ക്കുന്നത്. അത് ഈ രാജുവിന്റെയും കൃഷ്ണയുടെയും സമുദായത്തിന് പുറത്തുള്ള സമുദായത്തിലെ ആളുമാണ്. സ്വാഭാവികമായിട്ടും രാജുവിനും കൃഷ്ണയ്ക്കും അശോക് മെഹ്തയുമായിട്ട് ഇടയേണ്ടി വന്നു. അങ്ങനെയാണ് അവമാർ അശോക് മെഹ്തയുടെ ഗ്യാങ് ഇന്ന് പിന്മാറിയത്. അവമാർ അശോക് മെഹ്തയ്ക്ക് ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജൻ SHO ആയി ആ ഷേഖ്പുര ഗ്രാമത്തിലെത്തുന്നത്. അശോക് മെഹ്തയെ തളയ്ക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് രഞ്ജൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായി. അശോക് മെഹ്തയുടെ ഗ്യാങ്ങിലെ ഒരു ചെറുപ്പക്കാരൻ
ഒരു ദിവസം റോഡിൽ കൂടി നടന്നു പോകുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചു. ആ പെൺകുട്ടിയുടെ സഹോദരന്റെ പേര് നരേന്ദ്ര എന്നാണ്. വിവരമറിഞ്ഞ നരേന്ദ്ര രാജുവിന്റെയും കൃഷ്ണയുടെയും സഹായം തേടി. നരേന്ദ്രയും രാജു കൃഷ്ണൻ തമ്മിൽ ടൈപ്പായ കാര്യം അറിയാതിരുന്ന അശോക് മെഹ്തയുടെ ആ കൂട്ടാളി ലാഖ പതിവ് പോലെ റോഡിൽ പെമ്പിളരെ ശല്യം ചെയ്യാൻ എത്തിയപ്പോ നരേന്ദ്രയും രാജു കൃഷ്ണയും അവരുടെ ഗ്യാങ്ങും ലാഖയെ പിടികൂടി. അയാളെ പൊതിരെ തല്ലി. അശോക് മെഹ്തയുടെ ഗ്യാങ്ങിലെ ശക്തന്മാരിൽ ഒരാളായ ലാഖയെ തല്ലി കൈയും കാലും ഓടിക്കാൻ പറ്റിയതിൽ രാജുവിനും കൃഷ്ണയ്ക്കും ശരിക്കും സന്തോഷം. ഒരു വലിയ തിരിച്ചടിയാണ് അശോക് മെഹ്തയ്ക്ക് അവർ കൊടുത്തത്. അശോക് മെഹ്തയുടെ ഗ്യാങ്ങിനെ ഇതുപോലെ തീർക്കാൻ അവർക്ക് പറ്റുമെന്ന് അവർ കരുതിയിരിക്കുമ്പോഴാണ് അവർ ഒരു വാർത്ത അറിഞ്ഞത്. അശോക് മെഹ്തയുടെ ഗ്യാങ്ങിലെ ചില ചെറുപ്പക്കാർ ഒരു വീടിന്റെ മുകളിൽ അടിച്ച് ഫിറ്റായി കിടന്നുറങ്ങുന്ന കാര്യമാണ് അവരറിഞ്ഞത്. മണിപ്പൂർ എന്ന ഗ്രാമത്തിലെ ഒരു വീടിന്റെ ടെറസിന്റെ മുകളിലാണ് അവർ അടിച്ച് ഫിറ്റായി കിടന്നുറങ്ങിയിരുന്നത്. അശോക് മെഹ്തയുടെ ഗ്യാങ്ങിലെ 4 ആളുകൾ അടിച്ച് ഫിറ്റായി ടെറസിന്റെ മുകളിൽ കിടക്കുന്ന കാര്യം രാജുവിനെയും കൃഷ്ണയെ അറിയിച്ചത് നരേന്ദ്രയാണ്. നരേന്ദ്രയിൽ നിന്ന് വിവരമറിഞ്ഞ രാജു കൃഷ്ണയും കുറച്ച് ആളുകളുമായി ആ വീട്ടിലെത്തി. ശബ്ദമുണ്ടാക്കാതെ ടെറസിന് മുകളിൽ കയറിയ അവർ ആ 4 പേരെയും തല്ലിക്കൊന്നു. ഈ വാർത്ത സ്വാഭാവികമായിട്ടും അശോക് മെഹ്ത അറിഞ്ഞു. 2006 മെയ് 21 രാത്രി 10 മണി. നരേന്ദ്ര വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പശുവിന് പുല്ലുമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് വീടിന്റെ വാതിലടയ്ക്കാനായി നടന്നു വരികയാണ്. അയാളുടെ വീട്ടിലെ ചെറുപ്പക്കാരൊക്കെ ചൂട് കാരണം വീടിന്റെ പുറത്ത് ഒരു കോലയിൽ അങ്ങനെ കിടക്കുകയാണ്. അയാൾ ആ വീടിന്റെ ഗേറ്റ് അടച്ചിട്ട് ആ കോലയിലേക്ക് നടന്നു വരുമ്പോൾ അവിടെ ആ കോലയിലെ വരാന്തയിൽ കുറച്ചാളുകൾ നിരന്നിരിക്കുന്നതാണ് അയാൾ കണ്ടത്. ആ രാത്രിയിൽ അപരിചിതരായ 10ഓളം ആളുകൾ അവിടെ ഇരിക്കുന്ന കണ്ട നരേന്ദ്ര ശരിക്കും ഞെട്ടി. നരേന്ദ്രയെ കണ്ടതും ഒരാൾ ഉറക്കെ അയാളുടെ ബോസിനോട് പറയുകയാണ്, ബോസ്, ഇയാളാണ് നമ്മുടെ സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ ചോർത്തുന്നത്. സർ, ബോസ്, ലാഹയെ തല്ലിയത് ഇവനാണ്. ഇവന്റെ സഹോദരി രേഖയുടെ ഷോളിക്കേറി പിടിച്ചതിനാണ് ഇവൻ ലാഹയെ തല്ലി ആ പരിവാക്കിയത്. ബോസ്, ഇവൻ കാരണമാണ് നമ്മുടെ 4 സഹോദരന്മാർ കൊല്ലപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ആ ആള് പറഞ്ഞതും ഒരു മെലിഞ്ഞ മനുഷ്യൻ പ്രകാശത്തിലേക്ക് വന്നു. പ്രകാശത്തിലേക്ക് വന്ന ആ മനുഷ്യരെ കണ്ട നരേന്ദ്ര ഒന്ന് കിടുങ്ങി പോവുകയാണ്. ഇപ്പോ ആ പ്രകാശത്തിൽ അങ്ങനെ നിൽക്കുന്നത് സാക്ഷാൽ അശോക് മെഹ്തയാണ്. സാബ്, ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ തെറ്റൊന്നും ചെയ്തില്ലെന്നും നീ ഞങ്ങളുടെ ഗ്യാങ്ങിനെ കുറിച്ച് പോലീസുകാർക്ക് വിവരം കൊടുത്തില്ലേ? സാബ്, എനിക്ക് ഒരു പോലീസുകാരെ പരിചയമില്ല. നരേന്ദ്ര അയാളുടെ നിരപരാധിത്വം അശോക് മെഹ്തയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതും അശോകിന്റെ കൂട്ടാളിയായ റുഷ്താൻ നരേന്ദ്രയോട് പറഞ്ഞു, ഏയ്, നീ നിന്റെ ബന്ധുക്കളേക്ക് വിളിക്ക്. ഉടനെ നരേന്ദ്ര അകത്തോട്ട് കയറി അയാളെ ബന്ധുക്കളെല്ലാം വിളിച്ചോണ്ട് വന്നു. അവര് 8 പേരുണ്ട്. ആ 8 പേരെയും ആ വീടിന്റെ മുറ്റത്ത് അങ്ങനെ നിരത്തി നിർത്തി. ആ രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിച്ച് നിൽക്കുകയാണ്. ആ ചന്ദ്രപ്രകാശത്തിൽ ആ 8 പേരും അങ്ങനെ നിരന്ന് നിൽക്കുന്നത് സകലർക്കും കാണാം. നരേന്ദ്ര അശോക് മെഹ്തയുടെ അടുത്ത് നിൽക്കുകയാണ്. അശോക് മെഹ്തയുടെ വിരലുകൾ നരേന്ദ്രയുടെ കഴുത്തിലേക്ക് ചൂണ്ടിരിക്കുകയാണ്. അശോക് മെഹ്ത ആ വിരലുകൾ നരേന്ദ്രയുടെ കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് വെടിവെക്കുമ്പോൾ ഒരു ആക്ഷൻ കാണിച്ചതും അശോക് മെഹ്തയുടെ വലങ്കയായി മാറിയ ഹോർലിക്സ് എന്ന ആ വിളിപ്പേരുള്ള ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിലെ AK-47 ട്രിഗർ വലിച്ചു. വെടിയുണ്ടകൾ മഴ പോലെ ആ 8 പേരുടെ നേരെ ചീറുകയായിരുന്നു. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ 8 പേരും അരിപ്പകൾ പോലെ താഴെ വീണു. നരേന്ദ്ര തന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ അയാൾ ബന്ധുക്കൾ വെടിയേറ്റ് വീഴുന്ന കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അശോക് മെഹ്തയുടെ മറ്റൊരു വലങ്കൈ സുഹാസ് സിംഗ് അയാളുടെ കയ്യിലെ കത്തി നരേന്ദ്രയുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഡോക്ടേഴ്സ് ഒരു ബോഡി കീറും പോലെ നരേന്ദ്രയുടെ കഴുത്ത് ശരിക്കും സമർത്ഥമായി കട്ട് ചെയ്തു. ആ കത്തി നരേന്ദ്രയുടെ കഴുത്തിലൂടെ ഇങ്ങനെ കടന്നു പോയതും തല അറ്റ് തറയിലേക്ക് വീണു. ആ തല തറയിലേക്ക് വീണ് ഏതാനും സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ ബോഡി തറയിലേക്ക് വീഴുന്നത്. ആ ബോഡി തറയിലേക്ക് വീണ ആ നിമിഷത്തിൽ ഗേറ്റിന്റെ അടുത്തുനിന്ന് ഒരാൾ ഓടി അകത്തേക്ക് വന്നു. സാബ്, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച കക്ഷി, നമുക്ക് ആള് മാറിപ്പോയതാണ്. കൊല്ലപ്പെട്ട നരേന്ദ്രയെ അല്ല അവർ തേടി വന്നതെന്നാണ് ഇപ്പോ അശോക് മെഹ്തയുടെ ആ ദൂതൻ അശോക് മെഹ്തയോട് പറഞ്ഞത്. അയാളോടെ പിന്നെ സാബ്, അയാൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയാണ്. ശരി, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ഉടനെ അശോക് മെഹ്തയും ടീമും കല്യാണ ആഘോഷങ്ങൾ നടക്കുന്ന മറ്റൊരു നരേന്ദ്രയുടെ വീട്ടിലേക്ക് അതിവേഗം തിരിച്ചു. അശോക് മെഹ്ത ഒരു ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. അയാളുടെ പുറകെ മറ്റു വാഹനങ്ങളുണ്ട്. ആ വാഹന വ്യൂഹം ഒരു കല്യാണ മണ്ഡപത്തിന് മുന്നിലാണ് നിർത്തുന്നത്. അശോക് മെഹ്തയും ടീമും വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി. ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയ അശോക് മെഹ്തയുടെ ഗ്യാങ് മെമ്പേഴ്സ് ആകാശത്തേക്ക് വെടി ഉതിർത്തുകൊണ്ടാണ് ആ മണ്ഡപത്തിലേക്ക് കടക്കുന്നത്. അശോക് മെഹ്തയും ടീമും ഗണ്ണുകളുമായി ആ ഹാളിലേക്ക് കടന്നപ്പോ
ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും നടുങ്ങി. അവരിൽ ചിലരൊക്കെ അശോക് മെഹ്തയെ കണ്ടിട്ടുള്ളവരാണ്. ആ ആളുകൾ വഴി പെട്ടെന്ന് അകത്തേക്ക് കടന്നിരിക്കുന്നത് അശോക് മെഹ്തയാണെന്നുള്ള കാര്യം ആ ആൾക്കൂട്ടം മുഴുവൻ അറിഞ്ഞു. സ്വാഭാവികമായിട്ടും സകലരും ഒന്ന് വിറച്ചു തുടങ്ങി. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന അശോക് മെഹ്ത അവിടെ ഒരു ടേബിളിലിരുന്ന ഒരു ചിക്കന്റെ കാലെടുത്തു. അയാള് കാലൊന്ന് കടിച്ചു പറിക്കുകയാണ്. കാല് കടിച്ചു പറിച്ചുകൊണ്ട് അയാൾ ചുറ്റും ഒന്ന് നോക്കി. ആളുകൾ അമ്പരപ്പോടുകൂടി അശോക് മെഹ്തയും ടീമംഗങ്ങളെയും നോക്കുമ്പോൾ അശോക് മെഹ്ത അവരോട് പറഞ്ഞു, ഹേയ് പേടിക്കേണ്ട കാര്യമില്ല, ഞാനേ ഒരു ബിസിനസ് ആവശ്യത്തിന് നരേന്ദ്രയെ തിരക്കി വന്നതാണ്. എവിടെ നരേന്ദ്ര? അശോക് മെഹ്തയും ടീമും അകത്തേക്ക് കടന്ന നിമിഷത്തിൽ നരേന്ദ്ര അവരെ കണ്ടിരുന്നു. ഭയന്നുപോയ നരേന്ദ്ര ശരിക്കും പേടിച്ചു വിറയ്ക്കുകയാണ്. അയാൾ വിറച്ചുകൊണ്ട് ഒരു ടേബിളിന്റെ അടിക്കരി ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അശോക് മെഹ്ത ആ ആൾക്കൂട്ടത്തോട് നരേന്ദ്ര എവിടെയെന്ന് ചോദിക്കുന്നത്. അശോക് മെഹ്ത ചോദിച്ചതിന് ഒരാളും ഉത്തരം പറഞ്ഞില്ല. സകലരും നിശബ്ദരായി നിൽക്കുകയാണ്. അത് കണ്ടതും അശോക് ആ വരനെ ഷർട്ടിന്റെ കോളർ തൂക്കിയെടുത്തു. വരനെ ഷർട്ടിന്റെ കോളർ തൂക്കിയെടുത്ത് തന്റെ മുന്നിലേക്ക് നിർത്തിയ അശോക് ഇടത് കൈ അവന്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചൂണ്ടി, നോക്ക്, ഞാൻ 5 വരെ എണ്ണം. അതിനിടയിൽ നരേന്ദ്ര ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ആദ്യം ഇവനെ കൊല്ലും, പിന്നെ നിങ്ങൾ എല്ലാവരെയും. ഓർക്കുക, ഒരാള് പോലും ജീവനോടെ ഇവിടുന്ന് പുറത്തു പോകില്ല. അശോക് മെഹ്തയുടെ ഇടത് കൈയിലെ വിരലുകൾ ആ വരന്റെ നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ അയാളുടെ വലത് കൈയിൽ ഒരു ചിക്കൻ കാലുണ്ട്. സംസാരിച്ചതിന് ശേഷം അയാൾ വീണ്ടും ആ ചിക്കൻ കടിച്ചു തുടങ്ങി. അശോകിന്റെ ക്രൂരതയെ കുറിച്ച് നന്നായി അറിവുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും. ഭയന്നുപോയ ആ ആൾക്കൂട്ടത്തിലെ വരന്റെ അച്ഛൻ പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയെ അശോകിന്റെ അടുത്തേക്ക് തള്ളിവിട്ടു. സാബ്, ഇത് നരേന്ദ്രയുടെ ചെറുമകനാണ്. സാബ്, ഞങ്ങളോട് ക്ഷമിക്കണം. സാബ്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. നരേന്ദ്രയുടെ ചെറുമകനെ അശോകന്റെ അടുത്തേക്ക് തള്ളിവിട്ടിട്ട് അയാൾ സ്വന്തം മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ബാർട്ടർ സംവിധാനത്തിന്റെ ശൈലി. സ്വന്തം മകന്റെ ജീവന് പകരമായി അയാൾ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രയുടെ ചെറുമകനെയാണ്. മനോഹരമായി ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അശോകന്റെ അടുത്തേക്ക് ആ വരന്റെ പിതാവ് തള്ളിവിട്ടത്. അശോക് ആ കൊച്ചുകുട്ടിയെ നോക്കി. ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. അവന്റെ തലയിലൊന്ന് തട്ടിയിട്ട് അശോക് ഉറക്കെ ഒന്ന് അലറി, നരേന്ദ്ര! ശരിക്കും അശോകിന്റെ ആ അലർച്ച ആ ഹാളിൽ ഒരു വല്ലാത്ത വിറയല ഉണ്ടാക്കിയത്. അശോകിന്റെ അലർച്ച കേട്ടതും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഓടി അശോകിന്റെ അടുത്തേക്ക് വന്നു. അവരുടെ മകനാണ് ഇപ്പോ അശോകിന്റെ അടുത്ത് നിൽക്കുന്ന ആ പയ്യൻ. അശോകിന്റെ അടുത്തേക്ക് ഓടി വന്നത് നരേന്ദ്രയുടെ സഹോദരി പൂനം ദേവിയാണ്. പൂർണ്ണ ഗർഭിണിയായ പൂനം ദേവി ഓടി വന്ന് അശോക് മെഹ്തയുടെ കാലിലേക്ക് വീഴുകയായിരുന്നു. അശോക് മെഹ്തയുടെ കാലിന് മുന്നിൽ വീണ് അവൾ കേണപേക്ഷിക്കുകയാണ്, അവളുടെ മകനെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട്. സബ്, ഞങ്ങളുടെ കൈവശമുള്ള എന്തും ഞങ്ങൾ അങ്ങേക്ക് തരാം. ഈ വീട് വേണമെങ്കിൽ വീട് തരാം, ഇവിടെയുള്ള എല്ലാ സാധനവും തരാം, ഞങ്ങളുടെ കൈവശമുള്ള എല്ലാം വിറ്റുപറക്കി ഞങ്ങൾ അങ്ങേക്ക് തരാം. ദയവായി എന്റെ മോനെ ഒന്നും ചെയ്യരുത്. 5 വയസ്സുള്ള ഷിൻറ്റുവിനെ വെറുതെ വിടണമെന്നാണ് ആ അമ്മ ആവശ്യപ്പെടുന്നത്. മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്ന നരേന്ദ്രയ്ക്ക് അശോക് അവിടെ വന്നതിന്റെ കാരണം കൃത്യമായിട്ട് അറിയാം. അയാൾ പോലീസിന് മാത്രമല്ല അശോകന്റെ വിവരം പറഞ്ഞു കൊടുക്കുന്നത്. അശോകന്റെ എതിരാളികളായ രാജുവിനും കൃഷ്ണയ്ക്കും അശോകിന്റെ ഗ്യാങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ അയാൾക്ക് ശരിക്കും പങ്കുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം അയാളുടെ സഹോദരി ലേഖയെ അശോകിന്റെ കൂട്ടാളി അപമാനിച്ചതാണ്. ഇപ്പൊ ഇതാ ആ സംഭവം വല്ലാത്തൊരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. നരേന്ദ്രയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം വ്യക്തമായി മനസ്സിലായി. അയാൾ ആ മേശയുടെ അടിയിൽ നിന്ന് പുറത്തു വന്നു. അയാൾ നടന്ന് അശോകിന്റെ അടുത്തേക്ക് വന്നിട്ട് അശോകിനോട് പറഞ്ഞു, സാബ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത്. അതിന് എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. ദയവായി എന്റെ കുടുംബത്തെ വെറുതെ വിടണം. ഏയ്, നിങ്ങൾ കാരണം എന്തൊക്കെ ഇപ്പൊ സംഭവിച്ചെന്നറിയാവോ? തികച്ചും നിരപരാധികളായ ഒരു കുടുംബത്തെയാ ഞാനിപ്പോ കൊന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അശോക് കൈ നിവർത്തി ഒരു അടി. നരേന്ദ്രയുടെ ചെവിയിലാണ് ആ അടി പതിച്ചത്. ശരിക്കും അയാളുടെ ചെവിയിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നു എന്ന് പറയാം. ആ അടിയേറ്റ് അയാളുടെ ചെവിക്കൽ തകർന്നു എന്നർത്ഥം. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ അശോക് മെഹ്ത നരേന്ദ്രയുടെ ആ കുടുംബത്തിലെ ആളുകളെ മുഴുവൻ നിരത്തി നിർത്തുകയാണ്. കൊച്ചുകുട്ടികളൊക്കെ ആ നിരത്തി നിർത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അതിനുശേഷം അശോക് മെഹ്ത അവരുടെ നേരെ കൈ ഇങ്ങനെ ചൂണ്ടി. സാങ്കല്പിക തോക്ക് അവരുടെ നേരെ ചൂണ്ടിയിട്ട് അയാൾ ട്രിഗർ വലിക്കും പോലെ വിരലൊന്ന് വലിച്ചതും ഹോർലിക്സ് അയാളുടെ കയ്യിലെ AK-47 ട്രിഗർ വലിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം ആ കുടുംബം ഒന്നടങ്കം അവിടെ വെടിയേറ്റ് വീണു. അതിനുശേഷം അശോക് ആ കുട്ടിയും നരേന്ദ്രയും വെടിവെച്ച് വീഴ്ത്തി. അയാളും ടീമംഗങ്ങളും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ഓരോ ചിക്കൻ കാലുകളുണ്ട്. വലത് കൈയിൽ ചിക്കൻ കാലും ഇടത് കൈയിൽ ഗണ്ണുമായി ആ ടീം നടന്ന് വാഹനത്തിലേക്ക് കയറുമ്പോൾ അനവധി ആളുകൾ രക്തത്തിൽ കുളിച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ്.
ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ രഞ്ജന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോള് വിളിച്ചയാള് രഞ്ജനെ സ്വയം പരിചയപ്പെടുത്തി. ഹലോ രഞ്ജൻ സാബ്, ഞാൻ അശോക് മഹത്തയാണ്. നിങ്ങൾക്ക് ഈ രാത്രി ഒത്തിരി പണിയുണ്ടല്ലോ, കുറേയേറെ ഡെഡ് ബോഡികൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾ ഒന്ന് കണക്കെടുത്ത് വെക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അശോക് മെഹ്ത്ത ഫോൺ കട്ട് ചെയ്തു. രഞ്ജൻ ആ മണിപ്പൂർ ഗ്രാമത്തിലെ ആ കല്യാണ മണ്ഡപത്തിൽ വരുമ്പോ അത് ഒരു കാഴ്ച തന്നെയാണ്. ആ ഗ്രാമം ഒന്നടങ്കം നടുങ്ങി നിൽക്കുകയാണ്. കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൊച്ചുകുട്ടികളും പൂർണ്ണ ഗർഭിണിയൊക്കെ ഉണ്ട്. മണിപ്പൂർ വില്ലേജിലും തൊട്ട് സമീപത്തുള്ള വില്ലേജിലുമായി 2 കൂട്ടക്കൊലകൾ നടന്ന വിവരം പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളും അറിഞ്ഞു. ശരിക്കും ജനം ആകെ ഇളകിയെന്ന് പറയാം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും അന്നത്തെ SP ഉൾപ്പെടെ സകല ആളുകൾ സ്ഥലത്തുണ്ട്. ആളുകൾ വല്ലാതെ വയലന്റ് ആയിരിക്കുകയാണ്. 2 കുടുംബങ്ങളെയാണ് രാത്രിയും രാവിലെയുമായിട്ട് കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. കൊന്നത് സാക്ഷാൽ അശോക് മഹത്തയുടെ ഗ്രൂപ്പുമാണ്. വിവരം എല്ലാ തലങ്ങളിലേക്ക് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആ ഗ്രാമത്തിൽ പറന്നിറങ്ങി. നിതീഷിനൊപ്പം വലിയൊരു ടീമും ഉണ്ട്. പത്രക്കാരുടെ വൻ സംഘത്തിന് അവിടെ എത്തിയിരിക്കുകയാണ്. നിതീഷ് കുമാർ പോസ്റ്റ്മോർട്ടം ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ നടത്താനുള്ള ഏർപ്പാടും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ നിതീഷിനോടായി പത്രക്കാർ ചോദിച്ചു, സാർ എന്താ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പത്രക്കാരുടെ ചോദ്യം കേട്ടതും നിതീഷ് അവരോട് പറഞ്ഞു, വൈകിട്ട് 7 മണിക്ക് TV കാണും. അന്ന് വൈകുന്നേരം 7 മണിക്ക് പാറ്റ്നയിൽ നിതീഷ് കുമാർ പത്രസമ്മേളനം വിളിക്കുന്നതാണ് തുടർന്ന് നമ്മൾ TV കാണുന്നത്. ആ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിലെ SI-മാരെയും സർക്കിൾമാരെയും DYSPയും SP-യും എന്നിവരുടെ സകലരെ മാറ്റിയിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ മുഴുവൻ പേരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ചിലരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രഞ്ജൻ സസ്പെൻഷനിലാണ്. ഷേഖ്പുര മേഖലയുടെ SP ആയി നിയോഗിച്ചത് അമിത് ലോധിയാണ്. അമിത് ലോധിയുടെ മുകളിലുള്ള DIG-യും മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹവും പുതിയ ആളാണ്. അമിത് ലോധിയുടെ സീനിയറായ കുമാറിനെയാണ് DIG നിയമിച്ചിരിക്കുന്നത്. DIG-യും SP-യും DYSPയും സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സും ഒക്കെ എല്ലാം മാറിയിരിക്കുകയാണ്. അമിത് ലോധിയുടെ വിവരം പറഞ്ഞ IG ഉടൻ തന്നെ അമിതിനോട് ഷേഖ്പൂരിലേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടത്. അമിതിന്റെ കാറ് ഷേഖ്പൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ദുരിതം പിടിച്ച യാത്രയായിട്ടാണ് അമിത് അനുഭവപ്പെട്ടത്. റോഡുകളിൽ കുണ്ടും കുഴിയും മാത്രമേ ഉള്ളൂ. ഗ്രാമം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു യാത്ര. നവാഡ പോലുള്ള ഒരു സ്ഥലത്ത് ശരിക്കും വിശാലമായ റോഡുകളിലൂടെ യാത്ര ചെയ്ത് ശീലിച്ച അമിത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ അശോക് മഹത്തയെ പിടികൂടാനായി ഷേഖ്പൂരിലേക്ക് വരികയാണ്. സമാനതകളില്ലാത്ത ഒരു വേട്ട അതാണ് തുടർന്ന് ഷേഖ്പൂരിൽ നടക്കുന്നത്. ആ കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ അശോക് മഹത്തോ എന്ന മാഫിയ ഡോണിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് M ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.